ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉഴുന്ന് വട. അത് ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊരു മൂന്ന് മണിക്കൂറോളം നമുക്കൊന്ന് കുതിർത്താവേ. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിതിന് വെള്ളം ഒട്ടും ഇല്ലാതെ നമ്മളതിങ്ങനെ കോരിയെടുത്ത് വെള്ളം കളഞ്ഞ് കൈ കൊണ്ടിങ്ങനെ വാർത്തെടുത്തിട്ട് അരച്ചെടുക്കണേ. ഇനി മിക്സി കറങ്ങാൻ വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം കൈ നനച്ച് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് അരയുന്നതനുസരിച്ച് നമുക്ക് ഉഴുന്നുവട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം കുറച്ചുകൂടെ അരയാനുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇച്ചിരി വെള്ളം ഇങ്ങനെ നനച്ച് കൊടുത്ത് കൈവെള്ളം മാത്രമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇതുണ്ടോ, അതൊരുവിധം അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി പാടാണ് അരച്ചെടുക്കാനായിട്ട്. ഇതുണ്ടോ, നമ്മളിങ്ങനെ കൈക്കെടുക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തിങ്ങനെ ഊർന്നു പോരും. നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിക്ക് അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പതുക്കെ വേണം അരച്ചെടുക്കാനും കേട്ടോ. ഇച്ചിരി കൂടെ ഞാൻ വെള്ളം ഒഴിച്ച് അതിൻ്റെ സൈഡിലൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ബ്ലേഡിലോട്ട് വെള്ളം ചെല്ലും. അപ്പോൾ അതങ്ങ് കറങ്ങും, അല്ല ടൈറ്റായിട്ട് നിൽക്കും. ഞാൻ എല്ലാം അരച്ച് മാറ്റി 2 തവണയായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു 2 മണിക്കൂറോളം പൊങ്ങാൻ വെക്കണം. ഞാനിത് കണ്ടോ എടുത്ത് വെച്ച് അരച്ച് വെച്ച് പൊങ്ങി വന്നിട്ടുണ്ടേ. നമുക്കിതിലോട്ട് ഇനി കുറച്ച് ഉള്ളിയും സവോളയാണ്, കൊച്ചുള്ളി എന്താണ്, ഞാൻ സവോള ഇട്ടാ കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട്, ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്ക് പച്ചമുളക് കടിച്ച ഇളയ മോള് അവളത് കഴിക്കില്ല. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിടാം. ഞാൻ കുരുമുളക് മാത്രമായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട്, പച്ചമുളക് അങ്ങനെ ഇടാറില്ല, എല്ലാവരും കുരുമുളക് മാത്രമാണ് ഇടുന്നവരുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഓയിലാണ് എടുത്തത് കേട്ടോ. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ. അതേ ടേസ്റ്റാണ്. നമുക്കത് ചൂടോടെ കഴിച്ചാൽ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൈ നനച്ചിട്ട് വേണം ഇത് പിടിക്കാൻ, അല്ലെ കയ്യിലൊട്ടും കേട്ടോ. കയ്യിൽ ആദ്യം ഇച്ചിരി എണ്ണ തൂത്തിട്ട് നമ്മളിങ്ങനെ ഇപ്പോൾ കയ്യിലെടുത്തിട്ട് എണ്ണ വെള്ളത്തിലാണ് കൈ മുക്കിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് നടുക്കൊരു കുഴി ഇട്ടിട്ട്, കണ്ടില്ലേ, വ്യക്തമായിട്ട് കാണാമല്ലോ. അതെടുത്ത് നമ്മൾ ഓരോന്ന് എടുത്തിട്ടാൽ മതി. മിക്കവർക്കും ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് ഉഴുന്നുവടയ്ക്ക് ആ കുഴി ഇടുക എന്നത്. അപ്പോൾ അത് ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത് ഇപ്പോഴും നല്ലോണം പഠിച്ചതെന്ന് ഞാൻ പറയുമല്ല കേട്ടോ. എന്നാലും ഉഴുന്നുവടയാക്കി എടുക്കും ഞാൻ. കണ്ടോ, അങ്ങനെ ഓരോന്ന് ഇട്ടാൽ മതി. അത് പൊട്ടിയാൽ സാരമില്ല, നമുക്ക് അത് മൊരിയുമ്പോൾ അത് 2ആയിട്ട് കിട്ടും കേട്ടോ. 2ആക്കി എടുക്കാം നമുക്കത്. എനിക്ക് ഒരിച്ചിരി പേടി എണ്ണയ്ക്കകത്തോട്ട് തെറിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ആദ്യം 2എണ്ണം ഇട്ട്, അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. നമ്മൾ ചെറുതീയിൽ വേണം, എന്നാലും ഉള്ളു ശരിക്കും വേഗത്തുള്ളൂ കേട്ടോ, അല്ലെ പച്ചരി. അപ്പോൾ നമ്മൾ ചെറുതീയിൽ വെച്ചിട്ട് കോരുമ്പോൾ തീ കൂട്ടിയിട്ട് അവളെ കോരിയെടുത്താൽ മതിയേ. അപ്പോൾ അതങ്ങ് കോരി നമുക്കില്ല. അടുത്തത് കണ്ടോ, ഇങ്ങനെ എടുത്തിട്ട് കൈവെള്ളം നനച്ച് കൈയൊന്ന് നനച്ചിട്ട് ഒരു ഉരുളയായിട്ട് എടുത്തിട്ട് നടുക്കൊരു കുഴി കുത്തി അതിനകത്തോട്ടിട്ടാൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയതല്ലേ. അപ്പം ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരുമോ കേട്ടോ. ഫോണൊരു കയ്യിലുണ്ട് കേട്ടോ, അതാണ് ആ ഒരു വ്യക്തമായിട്ട് എനിക്കത് ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്.
എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലിടണം, കമൻ്റായിട്ട് പറയണേ. പിന്നെ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട് കേട്ടോ. അതായത് എൻ്റെ ചാനൽ ഞാൻ ഷോർട്ട് ഇടുന്നുണ്ട്, ഷോർട്ടും കൂടെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് ഞാനിപ്പോൾ 3 ഇട്ട് കേട്ടോ, അത് നമുക്ക് മുരിച്ചെടുക്കാം. എണ്ണ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വേണമെന്നുള്ളത് കൂടുതൽ ഒഴിച്ചാൽ നല്ലതുപോലെ മുങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ വെണ്ണ കോരി നമ്മളിങ്ങനെ ഇപ്പം അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒട്ടത്തില്ല, ചെടിച്ചിട്ടിങ്ങനെ പിടിക്കത്തില്ല കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ എണ്ണ നമ്മൾ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ നമുക്കങ്ങ് കോരാം. ഇപ്പോൾ കണ്ട നല്ല അടിപൊളി ഉഴുന്ന് വട. ദേ എല്ലാം എന്ത് പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയെടുത്ത് വേണ്ടെന്ന അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കുക കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുക കണ്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.